ഭിന്നശേഷി കുട്ടികൾക്ക് പഠനത്തിനായി ഭിന്നശേഷി വിദ്യാലയം ഒരുക്കിയ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് നാടിനാകെ മാതൃകയാണെന്ന് മാണി കാപ്പൻ MLA പറഞ്ഞു. ഉരുളിക്കുന്നം ഉദയ അംഗൻവാടിക്ക് സമീപം സ്ഥാപിച്ച ബഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി കഴിവുകളുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പുറംലോകം അറിയുവാൻ ഇത്തരം വിദ്യാലയങ്ങൾ ആവശ്യമാണെന്ന് മാണി കാപ്പൻ പറഞ്ഞു. ഈ ബഡ് സ്കൂളിനെ കുറിച്ച് ഞാൻ ഷാജിയോട് പറഞ്ഞ് എൻ്റെ ഫണ്ടിൽ 50 ലക്ഷം രൂപ ബാക്കിയുണ്ട്, ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണെന്ന് ഷാജി പ്രസിഡന്റ് ചോദിച്ചെന്ന് പറഞ്ഞു. ഒരു ബഡ് സ്കൂൾ കൊണ്ടുവന്നാൽ വലിയ കാര്യമായിരിക്കും. നമ്മളെക്കാൾ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായില്ല, ആരോഗ്യപരമായി, ശാരീരികമായി അത്തരം ആളുകളെ കൈപ്പിടിച്ച് ഉയർത്താനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ബഡ് സ്കൂൾ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ വലിയ കാര്യമായിരിക്കും. ഞാൻ അന്ന് തന്നെ അതിൻ്റെ ഓർഡർ കൊടുത്തു. പക്ഷെ ചില സമയമെടുത്തത് തീരാനും പിന്നെ ഉദ്ഘാടനം നടത്താനും ഒക്കെ സമയമെടുത്തു. അതുപോലെ തന്നെ എലിക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വാഗത പ്രാസംഗിയുടെ പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ അനുവദിച്ചു. ഇപ്പം മാത്രമാണ് അതിന് ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിയത്. 4 വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് കഷ്ടം. ആദ്യമേ അവിടുത്തെ ഗാർഡൻ പടലങ്ങളും അവിടെ കിടക്കുന്ന മറ്റ് വസ്തുക്കളും മാറ്റിക്കൊടുത്തെങ്കിൽ ഇവർക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് ചെയ്യാൻ പ്രൊസീജിയർ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടി ഉണ്ടായില്ല. ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിത് വരുത്തുന്നത് പഞ്ചായത്തിൻ്റെ വരുമാനം അതുപോലെ വർദ്ധിക്കുകയായിരുന്നു. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യാമോൾ, സ്ഥിരസമിതി അധ്യക്ഷരായ S. ഷാജി, അഖില പുക്കുട്ടൻ, ഷേർലി അന്ത്യാംകുളം, പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് പെരുവനങ്ങാട്, ജെയിംസ് ജീരകം, വാർഡംഗം സിനി ജോയ്, ആശാ മോൾ റോയ്, ദീപ ശ്രീജേഷ്, നിർമ്മല ചന്ദ്രൻ, യവന പ്രസാദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PB പ്രിൻസി, പകൽ വീട് ഭാരവാഹികളായ VP കൃഷ്ണൻ, ശശിധരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. മാണി കാപ്പൻ MLA യുടെ 50 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ബഡ് സ്കൂൾ നിർമ്മാണം.